ഈ ബസ്സിന് 3 ഡോറാണ് ഉള്ളത്. അപ്പുറം ദുബായ് ആണ്. അതായത് ആ കാറൊക്കെ നിൽക്കുന്നത്, അതായത് എൻ്റെ വലത്തെ കാല് ഷാർജയിലും ഇടത്തെ കാല് ദുബായിലും. ഓരോ ആഡുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് ഷാർജയിലാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഷാർജയിൽ നിന്ന് ദുബായ്ക്ക് പോകുന്നൊരു വീഡിയോ ആണ് ചെയ്യണത്. പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് സഹാറ സെൻറ്റർ പറഞ്ഞിട്ടുള്ള ഒരു മാളിലാണ്. അപ്പം ഞാൻ ആ മാളിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറും. അപ്പോൾ ഈ മാളിൻ്റെ വീഡിയോ നമുക്ക് സാവധാനം വേറെ ദിവസം ചെയ്യാം. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ അധികം ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താഴേക്ക് ഇങ്ങനെ എടുക്കണത് കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരെ ഇങ്ങനെ പിടിച്ചെടുത്താൽ എൻ്റെ ബേക്കിലുള്ള ആൾക്കാരെ എനിക്ക് ഈ വീഡിയോയിൽ കിട്ടും. അപ്പം ഇവിടെ നമ്മൾ നാട്ടിലത്തെ മാതിരി ഒന്നല്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. വേറെ ആൾക്കാർ ഇതിൽ പെട്ടാൽ അവരനുവാദം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് പറ്റാ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്താൽ ഫൈന് വരും. ഫൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിതകാലം മുഴുവൻ കടന്നുകൊണ്ട് പണിയെടുത്തുകൊണ്ട് വീട്ടാലെ ഫൈനൊക്കെ ഇങ്ങനെ വരിക. അത്രയ്ക്ക് വലിയ ഫൈനുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അധിക വീഡിയോയിലും പബ്ലിക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം കേട്ടോ. നേരെ പിടിച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എനിക്ക് ഇതിൽ കിട്ടും. അപ്പോൾ അതാണ് കാരണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി ഇതിൻ്റെ പുതിയ ചാനലാണെന്ന്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ അമർത്താം കേട്ടോ. അങ്ങനെ ഞാൻ സാര സെൻ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. സാര സെൻ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ കാട്ടിത്തരാൻ പോണത് ദുബായ് ഷാർജ ബോർഡറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ അപ്പുറം ദുബായ് ആണ്. അതായത് ആ കാറൊക്കെ നിൽക്കുന്നത് ദുബായിലാണ്. ഞാൻ നിൽക്കുന്നത് ഷാർജയിലാണ്. ഇപ്പം ഞാൻ ദുബായിലെത്തി. അതായത് എൻ്റെ വലത്തെ കാല് ഷാർജയിലും ഇടത്തെ കാല് ദുബായിലും. ഇതാണ് ദുബായും ഷാർജയിലെ ഒരു ബോർഡർ എന്ന് പറയുന്നത്. ഇതേപോലെ വേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതായത് ബോർഡർ ഷെയർ ചെയ്യണ വേറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാൻ ദുബായിലെത്തി. അവിടെ ഇങ്ങനെ കണ്ടില്ലേ ഒരു നെറ്റ് ഇങ്ങനെ, ആ നെറ്റിൻ്റെ അപ്പുറം ഷാർജ. ഈ സ്ഥലത്തിൻ്റെ പേര് അൽ നഹ്ദ എന്നാണ്. അൽ നഹ്ദ ദുബായിലും ഉണ്ട് ഷാർജയിലും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ദുബായും ഷാർജയിലത്. ഈ രണ്ട് സൈഡത്തെ ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് നിങ്ങൾ വീഡിയോ കാണുമ്പോഴല്ലേ റൈറ്റ് സൈഡിൽ ഷാർജ, ലെഫ്റ്റ് സൈഡിൽ ദുബായ്. ആ ബസ് നിൽക്കുന്നത് ദുബായ് ആണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്നാണ് ബസ് കയറാഞ്ഞ്. അങ്ങനെ പോണ പോക്കിലാണ് ഈ ബസ് കണ്ടത്. ബസ് കണ്ടെങ്കിൽ 2 ബസ്സിൻ്റെ വലിപ്പമുണ്ട്. ഇത്ര വലിപ്പം നോക്കിയിട്ട് ഇങ്ങനെ വളരെ എന്താ പറയുക, കണ്ട കൗതുകം തോന്നുന്ന ബസ്സുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ 2 ബസ് ഒരുമിച്ച് പോണ ബസ്. ഇനി ഞാൻ കയറാൻ പോണത് 2 തട്ടിൽ ബസ്സാട്ടോ. ഇവിടെ അധിക ബസ്സും 2 തട്ടാണ്. ദുബായിൻ്റെ പല ഭാഗത്തേക്കുള്ള ബസ് ഇവിടുന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഇരിക്കുക. അതൊക്കെ ഓരോ കമ്പനികളും ആഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അടിപൊളിയാക്കിയതാട്ടോ. ഇത് കണ്ടോ, ഓരോ കമ്പനീൻ്റെ ആഡ്. ഇതിൻ്റെ ഉള്ളിൽ എ സി ഒക്കെ ആണ്. നമുക്ക് അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം. പിന്നെ ഒരു സ്ക്രീൻ ഉണ്ടാവും. സ്ക്രീനല്ല, ഒരു ബോർഡ്. ചിലതൊക്കെ സ്ക്രീനാട്ടോ. അത് സ്ക്രീനാണ് എഴുതി പറഞ്ഞത്. അതിൽ ഇവിടെ ഇങ്ങനെ ബസ്സിൻ്റെ നമ്പർ ഉണ്ടാവും. അത് ഏത് റൂട്ടിലേക്കാണ് പോകണമെന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ ബസ്സിൻ്റെ ടൈമിങ്, അങ്ങനെയൊക്കെ അങ്ങനെയുള്ള വിവരങ്ങളാണ് ഇതിൽ. ഇപ്പം ഞാൻ പോണത് ഈ ബസ്സിലാട്ടോ. ഈ ബസ്സിന് 3 ഡോറാണ് ഉള്ളത്. ഫ്രണ്ടിലൊന്ന്, സെൻറ്ററിലൊന്ന്, പിന്നുള്ളത് ലാസ്റ്റ്. അങ്ങനെ
ലാസ്റ്റിലെ ഡോറിലിട്ട് ഞാൻ കയറിയത്. ഇതാണ് ബസ്സിൻ്റെ ഒരു ഉൾഭാഗം. ആരുമില്ല, അതുകൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം. ഇത് ഉച്ചക്കാണ് കേട്ടോ ആള് കുറവ്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് പോകാൻ നല്ല രസമാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സീറ്റാണിത്. കാരണം അത്രയും ഫ്രണ്ടിലാണ് കണ്ടോ. ഇവിടെ നേരെ അടിയിൽ ഡ്രൈവറെ കയറും. ഇവിടെ നേരെ അടിയിൽ ഡ്രൈവർ ഇരിക്കണ മാതിരിയൊക്കെ നമ്മൾ ഇരിക്കുക. അപ്പം ഇവിടെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാലില്ലേ വ്യൂ ഇങ്ങനെയാണ്. സൂപ്പറായിട്ട് ഇങ്ങനെ കണ്ടുപോകാം. പിന്നെ ബസ്സിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ട് കേട്ടോ. ഈ സ്ക്രീനിൽ എന്താണെന്ന് വെച്ചാൽ പോകുന്ന റൂട്ടൊക്കെ ഇതിൽ കാണിക്കും. അതുപോലെ RTA ഓരോ ആഡുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ ഒരു സ്ക്രീന്. അപ്പോൾ ഈ കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ കയറിയത്. ഞാൻ ഒരു ട്രാമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേനോ, അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കാർഡ്. ഈ കാർഡ് തന്നെയാണ് കേട്ടോ ബസ്സിലും യൂസ് ചെയ്യണത്. അങ്ങനെ ബസ് എടുത്തുട്ടോ, ബസ് ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് അൽ നഹദിയത്തെ വ്യൂ. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അൽ നഹദിയാണ് കേട്ടോ. അപ്പം എൻ്റെ ഓഫായപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ അടുത്തേക്ക് വന്നതാണ്. എൻ്റെ കസിന് ഷാർജയിലാണ് താമസിക്കുന്നത്. ദുബായിൽ റൂമിനൊക്കെ ഭയങ്കര റേറ്റാണ്, അതായത് ഷാർജയിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ വർക്ക് ദുബായിലേക്കാരാം, പക്ഷെ അവർ താമസിക്കുന്നത് ഷാർജയിലേക്കാരാം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഈ കാണുന്നതൊക്കെ ദുബായിയാണ് കേട്ടോ. ഒരു ബസ് ഇങ്ങനെ വരുന്ന കണ്ടില്ലേ, അങ്ങനത്തെ അതേ സെയിം ബസ്സിലാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ ദുബായിത്തെ ബസ് ഈ കളറാണ്, റെഡും ഒരു വൈറ്റും കൂടിയ കളറ്. അങ്ങനത്തെ ബസ്സുകളാണ് കേട്ടോ ദുബായിത്തത്. ഇപ്പോഴല്ലേ പുതിയ ഇറങ്ങുന്ന ബസ്സുകളൊക്കെ മേനാണ്, മേന് കമ്പനീൻ്റെ ആണ്. ചില റൂട്ടിൽ കൂടെയൊക്കെ പണ്ടത്തെ ബസ്സുണ്ട്, അതായത് കുറച്ച് ഒരു 5 കൊല്ലം 10 കൊല്ലമൊക്കെ മുമ്പുള്ളത് വോൾവോൻ്റെ ബസ്സുകളാണ്. പക്ഷേ ഈ മേനിൻ്റെ ബസ്സാണ് എനിക്ക് കാണാൻ നല്ല ലുക്കായിട്ട് തോന്നുന്നത്. അങ്ങനെ വന്നുകാണ്ട് ഒരു സിഗ്നലിലെത്തിട്ടോ. ഒരു 2 കിലോമീറ്റർ 1 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സിഗ്നലിൻ്റെ സ്ഥലമാണ് കേട്ടോ ഈ അൽ നഹദ. ഈ കാഴ്ച കണ്ടെങ്കിൽ വരി വരിയായിട്ട് ഇങ്ങനെ ട്രാഫിക്, കാറും കൊണ്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്നവർക്ക് ഏറ്റവും പിരാന്ത് പിടിക്കുന്ന ഒരു സ്ഥലമാണ് അൽ നഹദ. കാരണം അത്രയ്ക്ക് ട്രാഫിക്കൊക്കെ ഇവിടെ, പ്രത്യേകിച്ച് രാവിലെ അതുപോലെ വൈകുന്നേരം. ഇത് ഒരു ഓൾഡ് ദുബായ് എന്നൊക്കെ പറയാം കേട്ടോ. അതായത് ഇവിടെ ഈ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്യണ അവിടെ അല്ലേ അതുപോലത്തെ ഐറ്റംസ് ബിൽഡിംഗ് ഒന്നും ഇവിടെ അല്ല കേട്ടോ. ഇവിടെ അധികം റെസിഡൻസ് ബിൽഡിംഗ് ആണ് കേട്ടോ. പിന്നെ ഈ ബസ്സിൻ്റെ സീറ്റൊക്കെ നമ്മുടെ നാട്ടിലത്തൊക്കെ അതേപോലെയൊക്കെ തന്നെ കേട്ടോ. അതായത് ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരുന്നത് ലേഡീസിന്, പിന്നെ ഈ വികലാംഗർക്കില്ല അങ്ങനത്തെ 2-3 സീറ്റൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതൊക്കെ എനിക്ക് കാട്ടി തരുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതിനൊക്കെ അവിടെയൊക്കെ ആൾ വരും. ഇതിപ്പോൾ നിർത്തിയിട്ട് ഒരു ബസ്സാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ആളിങ്ങനെ വന്നു കൊടുക്കല്ലേ. അപ്പം എൻ്റെ കൂടുതൽ വ്ളോഗുകളും ഇങ്ങനെ ലൈവ് വ്ളോഗുകളൊക്കെ, അതായത് ഒരു പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യണതോ അല്ലാന്ന് ഇങ്ങനെ അതിലേയും പോണതോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഏതാണോ സിറ്റുവേഷന് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന വീഡിയോകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം എത്താനായിട്ടോ. അവിടെ കാണില്ല മെട്രോ സ്റ്റേഷന്, അവിടെയാണ് ഞാൻ ഇറങ്ങുക. ഈ വ്ളോഗ് ഒരു 25 മിനിറ്റ് 20 മിനിറ്റ് ആ സമയം കൊണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ ഈ ഇറങ്ങാൻ പോണ സ്ഥലത്തിൻ്റെ പേര് സ്റ്റേഡിയമാണ് കേട്ടോ. ഇവിടെ കണ്ടോ സ്റ്റേഡിയം, ദുബായ് സ്റ്റേഡിയങ്ങളൊക്കെയാണ് ഇവിടെ. ഇത് ഇന്ത്യൻ്റെ കളി നടക്കുന്ന സ്റ്റേഡിയം ഒന്നും അല്ല കേട്ടോ, അത് വേറെയാണ്. ഇത് പ്രാക്ടീസൊക്കെ ചെയ്യണ ഗ്രൗണ്ടാണ് ഈ മരത്തിൻ്റെ അടുത്തില്ല. ഇവിടെ കണ്ടോ ചെറിയൊരു സ്റ്റേഡിയം ഉണ്ട് ഫുട്ബോളിൻ്റെത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാൻ ഇറങ്ങുക, ഈ ബസ് സ്റ്റേഷനിലാണ് ഇറങ്ങുക. ദുബായ് മെട്രോൻ്റെ ബ്രിഡ്ജാണ് കാണുന്നത്.
ആ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ഇനി ബസ് ഇറങ്ങിയിട്ട് കയറാൻ പോണത്. ഇവിടെ നിന്ന് ബുർജ് ഖലീഫ കണ്ടല്ലോ നമുക്ക്. ബുർജ് ഖലീഫ അങ്ങനെ ബസ് നിർത്തിട്ടോ ഞാൻ ഇറങ്ങട്ടെ. ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ എല്ലാവരും ഇറങ്ങി അവസാനം ഇറങ്ങാം. അങ്ങനെ ഞാൻ സൈൻ ഔട്ട് ചെയ്തിട്ടോ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞാൻ മെട്രോക്ക് നടക്കുകയാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇപ്പം മെട്രോ സ്റ്റേഷനിലെത്തിയോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കരുതി അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇറങ്ങിയ സ്ഥലം ഞാൻ അവിടെ നിന്ന് കാട്ടിത്തരാം. ഇവിടെയാണ് ഞാൻ ഇറങ്ങിയത്. ഇറങ്ങണ ആ സമയത്ത് തന്നെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സ്റ്റേഡിയത്തിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ ബസ് യാത്ര. ഇതൊരു ചെറിയ ബസ് യാത്രയാണ് കേട്ടോ. കാരണം ആകെ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടേക്കും. ആ സമയം കൊണ്ട് എടുത്ത വീഡിയോ ആണ്. എന്നാലും നിങ്ങൾക്ക് ഇവിടുത്തെ ബസ്സിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.